ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. അതായത് ബെസ്റ്റ് ഫോൺ ഏതാണ് 12K റേഞ്ചിൽ, iQOO Z9X ആണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഫോൺസ് ഇങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ നോക്കിയത്. അതായത് ഞാൻ 12K ബെസ്റ്റ് ഫോണിൻ്റെ 12K ചെയ്തിട്ട് ഒരുപാട് നാളായി, അതിന് ശേഷം ചെയ്തിട്ടേ ഇല്ല. നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല ഫോൺസും ആ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 4 ഫോൺസ് ആട്ടോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ റേഞ്ചിലൊക്കെ ഫോൺസൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 8000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക പേരും ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ 8000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതായിരിക്കും. സോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഈ ലിസ്റ്റിലെ ഒരു ഫസ്റ്റത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ റെഡ്മിയുടെ 13 5G എന്ന മോഡലാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് ബിൽഡായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഇൻഹാൻഡ് ഫീലും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമൊക്കെയാണ് വരുന്നത്, പക്ഷേ ഗ്ലാസ് ബാക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രീമിയം കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ഫ്രണ്ട് ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. അമോലഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല, എന്നാൽ പോലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഡിസ്പ്ലേ എന്തായാലും ഇതിന് വരുന്നുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ 108 MB പ്രൈമറി ക്യാമറയാണ്. 108 MB ക്യാമറ ഉണ്ട് എന്ന് വെച്ച് ഭയങ്കര ക്യാമറ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കണ്ട. നോർമൽ ഈ റേഞ്ചിലെ ബാക്കിയുള്ള ഫോണൊക്കെ പോലെ ആ ഒരു ക്യാമറ ക്വാളിറ്റി മാത്രമേ ഇതിന്ന് കിട്ടുള്ളൂ. 108 MB ഉണ്ട് എന്നേ ഉള്ളൂ. പിന്നീട് 2 MB ഒരു മാക്രോ ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 13 MB സെൽഫി ക്യാമറ ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും 1080p 30 എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറ ക്വാളിറ്റി ഒക്കെ ഒരു ഡീസൻറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണുന്ന രീതിയിലുള്ള ക്യാമറ ക്വാളിറ്റി എന്തായാലും ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ദെൻ പെർഫോമൻസ് ഇതിൽ വരുന്നത് Qualcomm Snapdragonൻ്റെ 4 Gen 2 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. ആൻഡ് സ്കോറൊക്കെ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 4,40,000 റേഞ്ച് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസും ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. LPDDR4X RAM USF 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. 2+4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ 5030 mAh ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജർ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻ്റ് പറയുകയാണെങ്കിൽ 6GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസാണ് 12,000 രൂപയായിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. ഓവറോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾ റെഡ്മി ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസും നല്ല പെർഫോമൻസും നല്ല ക്യാമറയും ഒക്കെ തന്നെ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഫോണല്ല കേട്ടോ ഈ ഒരു റേഞ്ചിൽ, കുഴപ്പമില്ലാത്ത നല്ലൊരു ഫോൺ എന്ന രീതിയിൽ മാത്രം നോക്കിയാൽ മതി. റെഡ്മി ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നല്ല ഫോൺ. ഇനി അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ പോക്കോയുടെ X6 Neo എന്ന മോഡലാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് ബിൽഡാണ്, പക്ഷേ കാണാനൊക്കെ അത്യാവശ്യം നല്ല നൈസ് ലുക്കിംഗ് ആയിട്ടുള്ള മോഡലാണ്. കാണാൻ കുഴപ്പമൊന്നുമില്ല. ഡിസൈൻ വൈസ് ഒക്കെ ആണെങ്കിൽ ഉഗ്രൻ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD ആയിട്ടുള്ള അമോലഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് ഇതിന് ഡിസ്പ്ലേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ബെസ്റ്റിലൊക്കെ കുറഞ്ഞ നല്ലൊരു ഡിസ്പ്ലേ ആയിട്ട് ഇതിന് വരുന്നത്. കമ്പാരിറ്റീവ്ലി ഈ പ്രൈസിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ട് ഡിസ്പ്ലേ സെറ്റപ്പ് എന്തായാലും ഇതിന് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ ആണെങ്കിൽ 108 MB പ്രൈമറി ക്യാമറ ആണ്. 2 MB ഡെപ്ത് സെൻസറും റിയറിൽ വരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 108 MB ഉണ്ടായതുകൊണ്ട് ഭയങ്കര ക്യാമറ ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഡീസൻറ്റ് ക്യാമറ എന്തായാലും ഇതിന് കിട്ടുന്നതായിരിക്കും. ഇനി സെൽഫി ക്യാമറ ആണെങ്കിൽ 16 MB സെൽഫി ക്യാമറയും ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും 1080p 30 എപ്പിസോഡ് വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദെൻ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിൽ വരുന്നത് MediaTekൻ്റെ Dimensity 6080 എന്ന ചിപ്സെറ്റാണ്. ആൻഡ് സ്കോറൊക്കെ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 4,40,000 ആ റേഞ്ചൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. LPDDR4X RAM USF 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. 2+4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസാണ് 11,999 മാത്രമേ വരുന്നുള്ളൂ. സോ 12,000 രൂപ റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. നല്ല ക്യാമറ, നല്ല പെർഫോമൻസ്, നല്ല ബാറ്ററി, 8GB RAM കൂടെ വരുന്നുണ്ട് 12,000 രൂപ എന്ന പ്രൈസ് പോയിന്റ്. സോ അതൊരു ബെസ്റ്റായിട്ട് തോന്നി. കാരണം നോർമലി 4GB RAM ഒക്കെ വരുന്ന ഫോൺസൊക്കെ ഉണ്ട് ഈ റേഞ്ചിൽ. അപ്പോൾ അതൊക്കെയായിട്ട് കമ്പാരിസൺ 8GB RAM കൂടിയ RAM വേരിയൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് പോയിട്ട് എടുത്തോ പോക്കോയുടെ X6 Neo എന്ന ഫോണിൽ. നല്ലൊരു ഫോണാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ഫോൺ എന്ന് പറയുന്നത് iQOO Z9X 5G എന്ന മോഡലാണ്.
ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ല ഡിസൈനാണ് കേട്ടോ, കാണാനൊക്കെ നല്ല ഉഗ്രൻ ഡിസൈനാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. എന്നാൽ പോലും കാണാനൊരു വെറൈറ്റി ലുക്കൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ക്യാമറ മൊഡ്യൂളാണെങ്കിലും കാണാനൊക്കെ നല്ല നൈസ് ലുക്കിംഗ് ആയിട്ടുള്ള മോഡലാണ്. ഒട്ടുമിക്ക പേരെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ഫോൺ ഉണ്ട്. കൂടുതൽ പേരും ഈ ഒരു റേഞ്ചിൽ ഈ ഫോണാണ് ഇപ്പോൾ അധിക പേരും വാങ്ങുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. സോ അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഡിസ്പ്ലേ മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ക്യാമറ ആണെങ്കിൽ 50 MB ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. പിന്നീട് ഒരു 2 MB ഒരു ഡെപ്ത് സെൻസറാണ് റിയറിൽ വരുന്നത്. സെൽഫി ക്യാമറ ആണെങ്കിൽ 8 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ 1080p 30 FPS മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ റിയർ ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് ക്യാമറ, ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു ഡീസൻറ്റ് ക്യാമറ എന്തായാലും ഇതിൽ കിട്ടുന്നുണ്ട്. വീഡിയോഗ്രാഫി 4K വരുന്നുണ്ട്. സോ അതൊരു സ്പെഷ്യാലിറ്റി കൂടിയ കാരണം ബാക്കിയുള്ള മോഡലിലൊന്നും 4K കിട്ടുന്നില്ല, ഇതിൽ മാത്രമേ റിയറിൽ 4K കിട്ടുന്നുള്ളൂ. സോ കുഴപ്പമില്ലാത്തല്ല ക്യാമറ വരുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ പെർഫോമൻസ് ആണെങ്കിൽ തന്നെ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. ആൻഡ് സ്കോറൊക്കെ ആണെങ്കിൽ ഒരു 5,60,000 ആ റേഞ്ചൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എന്തായാലും ഇന്ന് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിലാണ് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നത്. പിന്നെ LPDDR4X RAM USF 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. 2+3 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ്സും ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ 6000 mAh ബാറ്ററി, 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസാണ് 11,999 ആയിട്ടാണ് വരുന്നത്. സോ 12,000 രൂപ റേഞ്ചിൽ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല ക്യാമറ, നല്ല ബാറ്ററി കിട്ടുന്നുണ്ട്. നല്ല ബാറ്ററി 6000 mAh ഒക്കെ നല്ല ബാറ്ററി വരുന്നുണ്ട്. സോ ഞാൻ അധിക പേരുടെ കയ്യിലും ഈ ഒരു ഫോൺ കാണാറുണ്ട്. അല്ലെങ്കിൽ എന്നോട് ഒരു 12,000 രൂപ റേഞ്ചിൽ ഫോണൊക്കെ ചോദിച്ച് വരുന്നവരോടും ഞാൻ ആദ്യം പറയുന്ന മോഡൽ iQOO Z9X എടുത്തോ എന്നാണ് പറയുന്നത്. അത് 12,000 അല്ല, ഒരു 15,000-14,000 രൂപ റേഞ്ചിലും ഇതിൻ്റെ ഹയർ വേരിയൻ്റ് എടുക്കാൻ ഞാൻ പറയാറ്. കാരണം നല്ല ഫോണാണ്, കുഴപ്പമൊന്നും പറയാനില്ല. പിന്നെ ഏറ്റവും ഈ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞത് സാംസങ്ങിൻ്റെ Galaxy M15 5G എന്ന മോഡലാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. ആ ഒരു കോമൺ ആയിട്ടുള്ള ആ ഒരു ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെയാണ് ഇതിനും വരുന്നത്. വേറെ വ്യത്യാസമൊന്നും പറയാനില്ല. ഡിസ്പ്ലേ വൈസ് ആണെങ്കിൽ 6.5 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. എന്നാൽ പോലും AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. സാംസങ് ഫോൺ ആയിട്ട് പോലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് എന്തായാലും ഇതിന് കിട്ടുന്നുണ്ട്. ദെൻ ക്യാമറ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 5 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. അത് ഈ ഒരു റേഞ്ചിൽ ബാക്കിയുള്ള ഫോണിലൊന്നും കാണാത്തൊരു കാര്യമാണ് അൾട്രാ വൈഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെ 5 MB ആണെങ്കിൽ പോലും ഒരു അൾട്രാ വൈഡ് കൊടുക്കാനുള്ള മനസ്സ് സാംസങ് കാണിച്ചിട്ടുണ്ട്. പിന്നീട് 2 MB മാക്രോ ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ ഒരു 13 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും 1080p 30 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം ഒരു നല്ലൊരു ക്യാമറ എന്തായാലും സാംസങ് ഫോൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാമറ എന്തായാലും ഇതിൽ കിട്ടുന്നതായിരിക്കും. ദെൻ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിൽ വരുന്നത് മീഡിയാടെക്കിൻ്റെ Dimensity 6100+ ചിപ്സെറ്റാണ്. ഇതിൻ്റെ ഒരു ആൻറ്റു സ്കോറൊക്കെ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 4,10,000 ആ റേഞ്ചൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് പെർഫോമൻസ് എന്തായാലും ഇതിന് വരുന്നുണ്ട്. LPDDR4X RAM USF 2.2 സ്റ്റോറേജ് വരുന്നുണ്ട്. 4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ബാക്കിയുള്ള ഫോണിലൊക്കെ 2 ഇയേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് 4 വർഷത്തേക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ഇനി കിട്ടിയിട്ട് പിന്നെ ഫോൺ അടിച്ചു പോകുക അത് വേറെ കാര്യമാണ്. എന്നാലും അപ്ഡേറ്റ് 4 വർഷത്തേക്ക് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ആണെങ്കിൽ 6000 mAh ബാറ്ററിയും 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിനകത്ത് ചാർജർ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, കേബിൾ മാത്രം കിട്ടും. ഇനി പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസാണ് 11,999. സോ 12,000 രൂപയ്ക്ക് ഒരു നല്ലൊരു സാംസങ്ങിൻ്റെ മോഡലാണ് M15 5G എന്ന മോഡൽ. സോ ഈ 4 ഫോൺസാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റായിട്ടുള്ള 4 മോഡൽ നടന്നത്. നിങ്ങൾക്കിപ്പം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ iQOO Z9X എന്ന 5G മോഡൽ നോക്കാം. കമ്പാരിറ്റീവ്ലി നല്ലൊരു പെർഫോമൻസ് ആ ഒരു ഫോൺ എന്തായാലും കിട്ടുന്നുണ്ട്. അല്ലാത്ത രീതിയിൽ ബാക്കിയൊക്കെ നല്ല മോഡലാണ്. സാംസങ്ങിന് M50 എസ്പെഷ്യലി നല്ല മോഡലാണ്, കുഴപ്പമൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അത് പോയിട്ട് എടുക്കുക. എന്തായാലും റിവ്യൂസ് കാണാൻ തന്നെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്യാം. എല്ലാത്തിൻ്റെ റിവ്യൂസൊക്കെ തന്നെ യൂട്യൂബിലുണ്ടാവും, അതൊക്കെ പോയിട്ട് നോക്കുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.